ആദ്യം തന്നെ സിനിമയെ കുറിച്ചിട്ട് പറയേണ്ടത് ഇതൊരു അടൽസൊള്ളി പടമാണ്. എ റേറ്റഡ് ആണ് മൂവി. ആഹ് അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വയലൻസ്, കാര്യങ്ങള്, ഇറോട്ടിക് സീൻസ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ സിനിമക്ക് കയറിയാൽ മതി. അല്ലാതെ ആരും ഇത് നോക്കാതെ നിങ്ങൾ പോകരുത് എന്നുള്ള ഒരു അപേക്ഷ. പോകാൻ ചാൻസ് ഇല്ല ആരും, എന്നാലും ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഇനി സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ മെയിനായിട്ട് എന്നെ ആകർഷിച്ച ഒരേ ഒരു ഘടകം ഇതിൻ്റെ തിരക്കഥ, സംഭാഷണം, സംവിധാനം, എഡിറ്റിംഗ് സൈജു ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി. ആ ഒരു കാര്യമാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. ആഹ് അദ്ദേഹത്തിന്റെ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ പണ്ട് ബുദ്ധനുണ്ണി അസോസിയേറ്റിന്റെ സമയത്ത് അശ്വന്ത് കുക്ക് ഒരു റിവ്യൂ ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡയറക്ടർ തന്നെ എഡിറ്റർ ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട്, അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിൽ ഒരു ഇന്റർവെൽ സീനില് ഇമ്മാതിരി ഒരു ഇന്റർവെല്ല് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അതുപോലൊരു സാധനത്തിലാണ് ഇന്റർവെല്ലില് ലൈറ്റ് തിയേറ്ററിൽ ഓൺ ആയത്. അതൊരു ഗംഭീര സാധനമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പി വി ആറിലാണ് കണ്ടത്. അത് ആ ഒരു ടൈമിങ്ങിൽ പെട്ടെന്നങ്ങ് ലൈറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ, അതൊരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടാമത് ഇതിലെ വിഷ്വൽസ് ആണ്. അതായത് അത് സ്ക്രിപ്റ്റിൻ്റെയും കൂടിയാണ് കേട്ടോ, അതും പറയണമല്ലോ. നമ്മൾ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണം, മൾട്ടി ക്യാമറ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു വലിയൊരു സ്ട്രെങ്ത് ഈ ഫുട്ടേജ് എന്ന സിനിമയുടെ ഫുട്ടേജസിൽ നമുക്ക് കാണാൻ പറ്റും. എടുത്തു പറയേണ്ടത് ഇവർ രണ്ടുപേരും, വേണ്ട സീൻ പറഞ്ഞു വെറുതെ നിങ്ങൾ പോയി കാണുന്നതായിരിക്കും നല്ലത്. ഒരേ സീൻ തന്നെ രണ്ട് ആംഗിളിലൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം വരുന്ന സൗണ്ട്, മോഡുലേഷൻ കാര്യങ്ങൾ. സൗണ്ട് പറഞ്ഞപ്പോഴാണ് ട്ടോ, സൗണ്ടിന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഇതിലെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് സൗണ്ടിന്റെ കാര്യമാണ്. സൗണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ നല്ല ഏതെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണണം. അതും കൂടി ഞാൻ പറയാണ്. നിങ്ങൾ കൂറ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തലവേദന എടുക്കും. പിന്നെ ബിജിഎം ആയാലും കുറച്ച് ഹിന്ദി പാട്ടുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് ഇതിലെ പാട്ടാണോ ഇനി വേറെ ഏതെങ്കിലും പഴയ സിനിമയിലെ വല്ല പാട്ടാണോ എന്ന് എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു എന്ന് പറയാം. പിന്നെ ഈ സിനിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ര വലിയൊരു ഗംഭീര സംഭവമാണ്, ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സ്ഥലത്ത് പോലും ലാഗ് അടിപ്പിക്കാതെ ത്രൂ ഔട്ട് ആദ്യം തൊട്ട് അവസാനം വരെ സിനിമ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യം എടുത്ത് പറയേണ്ടതായിരുന്നു. ഞാൻ ഇതൊരു 6 മിനിറ്റ് വൈകിയാണ് സിനിമ കയറിയത്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത കാര്യമാണ്. ഞാൻ വൈകി കഴിഞ്ഞാൽ 5 മിനിറ്റ് അല്ല 3 മിനിറ്റ് വൈകിയാൽ പോലും ഞാൻ സിനിമ കയറാറില്ല. ഞാൻ പിന്നെ അത് അടുത്ത ഷോയ്ക്കോ അല്ലെങ്കിൽ പിന്നീടത്തേക്ക് കാഴ്ച മാറ്റി വെക്കാറാണ് പതിവ്. പക്ഷേ ഈ സിനിമ കേറി എന്തായാലും ഇത് കണ്ടേക്കാം എന്ന് കരുതി കണ്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് ഒരു സ്ഥലത്ത് പോലും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് അങ്ങനെയുള്ള എന്തോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്തുണ്ടായിരുന്നു, പിന്നീടാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിനെ. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു സീനുണ്ട്, പക്ഷെ അത് സിനിമയിൽ അത്ര ഇപ്പം അത് കണ്ടില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നോട് പറഞ്ഞത്. എനിവേ അത് ഒന്നും കാര്യമാക്കണ്ട, നിങ്ങൾ സമയത്ത് സിനിമക്ക് പോവുക, സിനിമയിൽ ഒരു മിനിറ്റ് പോലും മിസ് ചെയ്യരുത് എന്ന ഒരു അങ്ങനത്തെ ഒരു വാശിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഈ സിനിമയിൽ എന്തായാലും സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ റിവ്യൂ ചെയ്യില്ലായിരുന്നു. അപ്പം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ ഒരു ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെർഫോമൻസ് സൈഡിൽ ഗായത്രി അശോക് ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അവരുടെയാണ് കൂടുതലും കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്. മഞ്ജു വാര്യരുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള വലിയ സ്കോപ്പ് കാര്യങ്ങളൊന്നും സിനിമയിലില്ല. ഗായത്രി അശോക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുപ്പി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരുടെ ഇൻറ്റിമേറ്റ് സീൻസ് കാര്യങ്ങൾ, അത് ഈ ഒരു സിനിമക്ക് കൊടുക്കുന്നൊരു മൂഡുണ്ട്. ശരിക്കും ഈ സിനിമക്ക് അങ്ങനൊരു ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ സംവിധായകൻ്റെ അല്ലെങ്കിൽ ആ സിനിമക്കാരുടെ ഒരു 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 സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണല്ലോ വേണോ വേണ്ടത്. പക്ഷേ ഈ ഇങ്ങനൊരു ഹൊററിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ലസ്റ്റിൻ്റെ ഒരു എമൗണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ സിനിമക്ക് ഒരു ഒരു പ്രത്യേക മൂഡ് വരും. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു മൂഡ് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അത് സിനിമേനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനൊരു ട്രീറ്റ്മെന്റ് ഈ സിനിമക്ക് കൊടുത്തത്.
പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ പറയാ, കുറച്ച് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. അതും നല്ല തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. മ്യൂസിക്കിനും സൗണ്ടിനും ഒക്കെ പ്രാധാന്യമുള്ള സിനിമയാണിത്. വിഷ്വൽസിന് കേട്ടോ. വിഷ്വൽസിൻ്റെ കാര്യം അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു. വിഷ്വൽസൊക്കെ ഗംഭീരായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയും കൂടിയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ എന്തായാലും ചർച്ച ചെയ്യും. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് എഴുതും. ഉറപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ഇതിലെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഇൻസിഡന്റ് കാര്യങ്ങളൊന്നും വലിയ ഇതില്ലാന്നുണ്ടെങ്കിലും പടം ഒരു സ്ഥലത്ത് പോലും ലാഗോ ബോറടിയോ ഒന്നും ഫീൽ ചെയ്തില്ല. അത്രയും എൻഗേജ്ഡ് ആയിട്ട് തന്നെയാണ് ഇരുന്ന് കണ്ടത്. അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ താങ്ക് യു സോ മച്ച്.